നമസ്കാരം. സഫലമി യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് സഫലമി യാത്രയിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഖത്തറിലാണ്. ഖത്തർ ഇന്ന് വേൾഡ് കപ്പിന്റെ ആവേശം പന്തുരുളുന്ന നാട്. അത് മാത്രമല്ല, ഇവിടെ ഉരുളുന്നത് വികസനങ്ങളുടെ ഒരു പെരുമഴക്കാലമാണ്. ഈ വേൾഡ് കപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഖത്തർ സാക്ഷ്യം വഹിച്ചത്, പ്രത്യേകിച്ച് റോഡുകളുടെ വികസനത്തിന്റെ കാര്യത്തിൽ, അതുവഴിയുള്ള വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന്റെയൊക്കെ കാര്യത്തിൽ. ആ സുഗമമായ സഞ്ചാരത്തിന്റെ ഒരു കഥയുമായാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. നമ്മോടൊപ്പം ഇന്നുള്ള അതിഥിയെ ഞാൻ ഒരുപാട് മുഖവരയില്ലാതെ പരിചയപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ വലിയ ഉയർച്ചയിൽ എപ്പോഴും ഒരു ലാളിത്യം സൂക്ഷിക്കുന്ന ഒരു മലയാളി. അൽ നൈമി ടയർ സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള മൂസാക്കുട്ടിയാണ് നമുക്കൊപ്പം ഉള്ളത്. മൂസാക്കുട്ടി മുക്കണ്ടത്ത്. ഞാൻ അദ്ദേഹത്തെ വളരെ ആദരവോടെ, അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയിൽ പറയുകയാണെങ്കിൽ വളരെ ലാളിത്യപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മൂസാക്കുട്ടി മുക്കണ്ടത്ത്, വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹോസ്പിറ്റാലിറ്റിയുടെ അങ്ങേയറ്റത്തെ ഒരു വാക്കാണ് ഞാൻ കണ്ടതിൽ താങ്കൾ. നമുക്ക് താങ്കളുടെ ഈ ഒരു ബിസിനസിന്റെ കഥകളിലേക്ക് വരുന്നതിന് മുമ്പ്, നാട്ടിലെവിടെയാണ്? നാട്ടില് തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ല, പുന്നയൂർക്കുളം. തൃശ്ശൂർ എന്ന് പറയുന്നത് കേരളത്തിന്റെ സാംസ്കാരിക നഗരമാണ്, അങ്ങനെ പറയാം. പിന്നെ പുന്നയൂർക്കുളം പ്രത്യേകിച്ച് നമ്മുടെ മാധവിക്കുട്ടി, മറ്റേ കമല സുരിക, അവരുടെ നാട്, അവരുടെ വീടിന്റെ അടുത്ത് ജനിച്ചത്. അവിടെ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യൻ. ഒരു പ്രവാസ ലൈഫിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? പ്രവാസ ലൈഫ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞങ്ങളൊക്കെ പ്രവാസികളുടെ ബാക്കി ഭാഗങ്ങളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഫാദർ പ്രവാസിയായിരുന്നു, അതായത് മലേഷ്യൻ സിറ്റിസനായിരുന്നു. അവർക്ക് അവിടുത്തെ അവരൊക്കെ 10 വയസ്സ് 12 വയസ്സിലൊക്കെ പോയുള്ള ആൾക്കാരാണ്. കുടുംബത്തിലുള്ള ഒരു ഇത് ഓൾമോസ്റ്റ് എല്ലാവരും മലേഷ്യക്കാരാണ്. ഞങ്ങളുടെ ഏരിയ മൊത്തം മലേഷ്യ ടീമാണ്. ചെറുപ്പം മുതലേ അങ്ങനെയുള്ള ഒരു വെളിയിൽ പോവുക എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് പഠിക്കുന്നതിനെ കുറിച്ചിട്ടല്ല നമ്മളൊന്നും ആ കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്നത്. അല്ല, ജോലി തന്നെ അന്നത്തെ കാലത്ത് ജോലിനെ കുറിച്ച് ചിന്തിക്കണില്ല. കാരണം ഇപ്പൊ നമ്മളൊക്കെ 70 കാലഘട്ടത്തിൽ ജനിച്ചുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ ഏരിയ വെച്ച് നോക്കുമ്പോൾ ഈ കൃഷി ഉണ്ടെങ്കിൽ, തെങ്ങ്, നെല്ല് അതുണ്ടെങ്കിൽ ജീവിക്കാം, വേറൊന്നും വേണ്ട, അത് അങ്ങേറ്റ് നിലത്ത് നിർത്തിയാൽ മതി എന്നുള്ളതാണ് കാഴ്ചപ്പാട്. ഇപ്പോഴാണ് ആ ഒരു വസ്തുവിനും പറ്റില്ല എന്നുള്ള ആയി കൊണ്ടിരുന്നത്. അപ്പൊ ആ കാലത്ത് വിദ്യാഭ്യാസം ആണ് വേണ്ടത് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടില്ല. എന്നാലും നമ്മൾ ഒരു 10ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴത്തേക്ക് ഒരു തീരുമാനമാക്കിയിട്ട് ഗൾഫിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ്. 14 വയസ്സിൽ ഞാൻ പാസ്പോർട്ട് എടുത്തിട്ട്, പാസ്പോർട്ട് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, അന്നൊരു കാലത്ത് ഒരു ചെറിയ വണ്ടി ഉണ്ട് വീട്ടിൽ. അപ്പോൾ അതിൻ്റെ ആവശ്യാർത്ഥം 14 വയസ്സായിട്ടുള്ളൂ. 18 വയസ്സ് കഴിഞ്ഞെങ്കിലേ ലൈസൻസ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് പെട്ടെന്ന് അങ്ങനെ സ്വാധീനം ചെലുത്തിയിട്ടൊക്കെ സാധനം കിട്ടി. അതിന്റെ കൂടെ തന്നെ പാസ്പോർട്ട് എടുത്ത് പിന്നെ അടുത്ത ചിന്ത ഗൾഫിൽ പോകുന്നുള്ള. ഗൾഫില് മലേഷ്യ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ വിസ കിട്ടുക എന്നുള്ളതില്ല. ഇപ്പൊ ഇവരൊക്കെ ഉള്ളത് അവർക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉണ്ട്. പിന്നെ മാത്രമല്ല എന്റെ ഏട്ടനൊക്കെ ഗൾഫിലുള്ളത്, ബന്ധുക്കൾ വേറെ ഇഷ്ടമായി ഗൾഫ്, ഖത്തറിലുണ്ട്. പേർഷ്യ എന്ന് പറയും. ആദ്യം സൗദിയിൽ പോയി ഒരു 2 വർഷം അവിടെ നിന്ന് എന്റെ വേലന്റെ കൂടെ പോയതാണ്. സൂപ്പർ മാർക്കറ്റ്. അത് നമ്മളൊരു മറ്റേ അളിയനാണ്, അതാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് അവിടെ പോയിട്ട് ഒരു 2 വർഷം നിന്ന് നാട്ടിൽ വന്ന് പിന്നെ ഇവിടേക്ക് എന്നെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ അവിടെ അങ്ങേക്ക് ഷോപ്പിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വേണം. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കട തുടങ്ങി. 1 കട, 2 കട, 3 കട, 7 കട വരെ എത്തി. പിന്നെ വേറെ നമുക്ക് കുറേ പരിപാടികളുണ്ടായിരുന്നു. ഈ സ്റ്റിക്കർ ഡിസൈനിങ്, പ്രിന്റിങ്, മറ്റേ ഫ്ലെക്സ് പ്രിന്റിങ്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ആ മേഖലയിൽ പല മറ്റേ ഇവിടെ 2006 ഏഷ്യൻ ഗെയിംസ് വരുന്ന കാലത്തൊക്കെ നമ്മൾ സജീവമായിട്ട് ഈ മേഖലയിൽ നന്നായിട്ട്. 89 അല്ലല്ല, ആദ്യം വന്നിട്ട് തന്നെ ടയറിന്റെ വൈറ്റിലെ ബന്ധങ്ങൾ. ആദ്യം ഇതൊന്നല്ല, റിപ്പയറിങ് പരിപാടികൾ ഇതൊക്കെയാണ്. ആട്ടോ ഇലക്ട്രിക്കൽ വർക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് വന്നിരുന്നത്. പിന്നെ അത് ഡെവലപ്പ് ആയി ഇങ്ങനെ വന്നിട്ട് ടയറിലേക്ക് ശ്രദ്ധ വഹിച്ച് ഒരു സൈഡിൽ ആട്ടോ ഇലക്ട്രിക്കൽ വർക്കുകളും ബാറ്ററി സെല്ലിങ്, ടയർസ്
ടയർ തന്നെ, കാറിന്റെ ടയർ, ബാറ്ററി ഐറ്റംസ് ഒക്കെ ഏറ്റവും നല്ല ബാറ്ററി. അതായത് ഇപ്പൊ ഇതെല്ലാം നോക്കി കഴിഞ്ഞാൽ ആമറോൺ പോലെ നമ്മുടെ നാട്ടിൽ 5 വർഷം വാറന്റി ഒക്കെ ഉള്ള പറ്റൂല. ഇവിടെ ഇത് കൊടുക്കുന്ന ഈ സാധനം 3-5 വർഷമുണ്ട്. ഇത് അമേരിക്കൻ സാധനമാണ്. ഒരു ടയറിന്റെ 20% ഈ ഷോക്ക് അബ്സറിന്റെ വർക്കും കൂടി സപ്പോർട്ട് ചെയ്യേണ്ട സാധനമാണ് ടയറിന്റെ സൈഡ് വാള്. അപ്പൊ നമ്മളിപ്പോ ഒരു മിച്ചലിൻ ടയറിന്റെ സൈഡിൽ കൈ വിരൽ ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ചില കസ്റ്റമർ പറയും ഇത് ഭയങ്കര തിന്നാണല്ലോ, ഇത് ഇങ്ങനെ ബലൂൺ പോലെ ഇരിക്കുന്നൊക്കെ പറയും. പക്ഷെ അതാണ് വേണ്ടത് ടയറിന്. അപ്പൊ നമുക്ക് ഇപ്പൊ ലൈറ്റ് ആയിട്ടുള്ള വണ്ടികളാണല്ലോ, ഈ ഇതിന്റെ വൈബ്രേഷൻ കിട്ടരുത്. റേഡിയൽ ടയറിൽ എന്തെങ്കിലും അതിന്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ടയർ വാങ്ങുക, അതാണ് അതിന് ബെസ്റ്റ്. കാരണം ഇതിനകത്ത് ലെയറായിട്ട് ഉള്ള ഒരു ഒട്ടിച്ച് വരുന്ന ഒരു സാധനമാണിത്. ഒരു ലെയർ സ്റ്റീൽ ബെൽറ്റ് പട്ട ഒട്ടിച്ചിട്ട് പിന്നെ ഒരു അതുപോലെ മറ്റേ ഫൈബറിന്റെ ഒരു ലെയർ ഉണ്ടാവും. അങ്ങനെ ആയിട്ട് 2-3 സൈസ് ടൈപ്പിൽ വരുന്നതാണ്. ചെറിയ സംശയമാണ്, ഓരോ നാട്ടിൽ ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ റോഡിന്റെ ഈ ചൂട് 3 ടൈപ്പ് ഓഫ് ചൂടിനെയൊക്കെ പ്രതിരോധിക്കുന്ന പ്രത്യേക സംവിധാനമുള്ള ടയറുകളാണ് ഉപയോഗിക്കുന്നത്. ചില ആൾക്കാർ ഇവിടുന്ന് ചില വണ്ടികൾ അവിടെ കൊണ്ടുവന്ന് ഓടിച്ചു പോകാറുണ്ട്. അപ്പോ അതിന് നമ്മളവിടെ ചൂട് കൂടുതലില്ലല്ലോ, നമ്മൾ തീയിൽ കുരുത്താനാണല്ലോ തണലത്തേക്ക് പോണത്. അപ്പൊ വലിയ പ്രശ്നമാണല്ലോ, കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവും. പിന്നെ ചൈന ടയർ എന്ന് പറയുമ്പോൾ നമ്മൾ അതുകൊണ്ട് അപ്രോച്ച് ചെയ്യണ വരെയാണ് ഈ ചൈനയുടെ ക്വാളിറ്റി വരുന്നത്. ഇപ്പൊ 100 രൂപക്ക് കിട്ടുന്ന സാധനം ഞങ്ങളിൽ ഇപ്പൊ ഇവിടെ മാർക്കറ്റിൽ ഒരു ബ്രാൻഡ് ടയർ തരും. ഇപ്പൊ ഈ വിരല് 5 വിരല് 5 ടൈപ്പ് 4 വിരല് ഇതേപോലെയാണ്. നിങ്ങൾക്ക് 100 വേണമെങ്കിൽ 100 അവർ തരും. നല്ല ക്വാളിറ്റി വേണം 350. ഓക്കെ, അത് ഓക്കെ ആണെങ്കിൽ നല്ല സാധനം കിട്ടും. നിങ്ങൾ ജപ്പാൻ ഇത് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ തീക്കല്ല. ഇപ്പോൾ വന്നിരുന്ന് കഴിഞ്ഞാൽ ഇയാളൊരു ദിവസം വന്നപ്പോൾ ഞാൻ കുറച്ച് കത്തി വെച്ചപ്പോൾ അവർക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രീതിയാണ്, സംസാര രീതി അതാണ്. ഇല്ല, ഇപ്പൊ ദുബൈയിൽ പോയിട്ടാണ് ഈ സാധനം കൊണ്ടുവരിക. ദുബൈയിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് ദോഹയെന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ദുബൈയിൽ നിന്ന് കൊണ്ടുവരാന്നുള്ളത്. ഇത് ഈ 2002-2000 കാലഘട്ടത്തിലൊക്കെ ചൈനയുടെ പ്രോഡക്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. കുറെ ചൈനക്കാരെ അങ്ങോട്ട് കൊണ്ട് നടക്കണമെന്നല്ലാതെ ഒന്നും കണ്ടിരുന്നില്ല. ആ ടൈമിലൊക്കെ നമ്മൾ തായ്ലൻഡ് തൈവാൻ അല്ലാതെ ഒരു അക്സറീസും വാങ്ങിക്കൂല. ഇപ്പൊ ഞാൻ ഒരു സാധനം കളിച്ചവിടെ ഒരു ഉദാഹരണം, ഇതൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ കേബിൾ ടൈ ആണത്. ഇപ്പൊ വീൽ കപ്പ് ഉണ്ടല്ലോ, മറ്റേ ടയറിന്റെ വീൽ കപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റുമ്പോൾ ഈ തായ്ലൻഡിന്റെ സാധനമാണ് വെച്ചാൽ ഒറിജിനൽ ഫിറ്റ്മെന്റ് എങ്ങനെയാ അത് പ്രസ് ചെയ്ത് അവിടെ ഇരുന്നോളൂ. ഈ സാധനം ചൈനയുടെ സാധനം ഇത് വെച്ച് കെട്ടണം. അത് കെട്ടില്ലെങ്കിൽ ഇത് തെറിച്ചു പോകും. ആ സാധനം അപ്പൊ അതാണ് ആ സാധനം. ഇപ്പൊ ചൈന സാധനം കിട്ടാറുണ്ട്. ഇപ്പൊ തായ്ലൻഡ് ആരും കൊണ്ടുവരുന്നില്ല. കാരണം ഒരു സെറ്റ് വീൽ കപ്പിന് നമ്മൾ 35 റിയാലിന് എടുത്തിരുന്ന സാധനം തായ്ലൻഡ് വിൽക്കുകയാണ് ചെയ്യല് 60 റിയാലാണ്. ഉള്ളിലൊരു ഭയങ്കര ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ പഴയ ഒരു വികാരം ഒളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരുന്നുണ്ട്. ഇവിടെ ഈ ഖത്തറിന്റെ ഒരു അതിവേഗതയുള്ള ഒരു വളർച്ച, അത് പറയുന്ന ഒരു സംഭവമാണ് അതൊക്കെ. കാരണം ഒരു സമയത്ത് ഒരു 3-4 വർഷം മുന്നേ ഇപ്പൊ നിങ്ങൾ കോവിഡ് വെള്ളപ്പൊക്കം അതൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടുള്ളൂ. ഇവിടെ വലിയൊരു സംഭവം ഉണ്ടായി. ഇപ്പൊ ഇറാനൊക്കെ ഒരു കാലത്ത് സ്തംഭിച്ചിരുന്നൊരു സംഭവമുണ്ട്, ഈ ഉപരോധം ഏർപ്പെടുക. ഇവിടെ വലിയൊരു ഉപരോധം വന്നു. ആദ്യ കാലത്ത് ഇവിടെ നിർമ്മിച്ചിരുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബെഡ്, അതുപോലെ അങ്ങനെ കുറെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾക്ക് പറ്റും. പിന്നെ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ്, കേക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ബേക്കറി സാധനമൊക്കെ ഉണ്ട്. അല്ലാതെ വലിയ കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഉൽപ്പാദനം നടന്നിരുന്നില്ല. പിന്നെ അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഉപരോധം വന്ന് ഗൾഫ്, മറ്റ് സൗദി, ദുബൈ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ, ബഹ്റൈൻ അടക്കമുള്ള സ്ഥലങ്ങൾ ഈ നാടിനെ ഉപരോധിച്ച്. ഈ ഉപരോധിച്ച സമയത്ത് ഏറ്റവും വലിയൊരു സംഭവം നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനം എന്താ വെച്ചാൽ പാലുൽപ്പന്നങ്ങളാണ്. പാല്, അതായത് ഉൽപ്പന്നങ്ങൾ, ബട്ടർ, അങ്ങനെയുള്ള സാധനങ്ങൾ, മോര്, തൈര്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിരന്തരം അത്യാവശ്യം ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മൾ വല്ലപ്പോഴും കിട്ടിയില്ലെങ്കിൽ മിൽമാകാർ കൊടുക്കുന്നില്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല, നമുക്ക് ആവശ്യമില്ല. പക്ഷെ ഇവർക്ക് അതിന് അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. ഓരോ സൂപ്പർ മാർക്കറ്റുകളിലും ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സാധനം. ഈ സാധനം അങ്ങനെ സ്റ്റോപ്പ് ആവുകയാണ്. കാരണം ഇതൊക്കെ പുറത്തുനിന്ന് വന്നിരുന്നു. ഇവിടെ വളരെ കുറച്ച് ഉണ്ടാക്കിയിരുന്നുള്ളൂ. ഇവിടെയുള്ള ആൾക്കാർക്ക് തയ്യാത്ത അത്ര ചെറിയ കമ്പനി ഉണ്ടായിരുന്നു. ഈ ഉപരോധം കഴിഞ്ഞിട്ട് ഒരാഴ്ചയുടെ ഉള്ളിൽ ഇവിടെ ഒരുപാട് പശു ലൈവായിട്ട് ഫ്ലൈറ്റിൽ കൊടുത്തിറക്കുന്നു. ഇറങ്ങാൻ തുടങ്ങല്ല. ഇവിടെ ഒരു ഫാം ഇവിടെ ഏകദേശം 90% വർക്ക് കഴിഞ്ഞ് കിടന്നിരുന്നു. അത് എന്നും ഓപ്പൺ ചെയ്യാന്നൊക്കെ ചിന്തിച്ച് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഈ ഉപരോധം വരുന്നത്. ഇതേ ടൈമിൽ സാധനം ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റിലും സാധനം വന്ന് ലാൻഡ് ചെയ്യാണ്. ഒരാളും പ്രതീക്ഷിക്കാത്തൊരു സംഭവം വന്ന് ഫാം തുടങ്ങി, സാധനം ഉൽപ്പാദനം തുടങ്ങി, ഹാപ്പി. പിന്നെ
ഭക്ഷ്യസാധനത്തിന് ഒരു വക വില കൂടുതലും വന്നിട്ടില്ല, ഒരു ക്ഷാമവും വന്നിട്ടില്ല. അതൊക്കെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ സല്യൂട്ട് അടിക്കേണ്ട കാര്യങ്ങളാണത്. മാത്രമല്ല ആ സമയത്ത് ഇവര് അതിനനുസരിച്ച് എല്ലാ മേഖലയിലും ഉദാരവൽക്കരണം എന്ന് പറയാൻ പറ്റിയ ഒരു സംഭവം നടത്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബിസിനസ്സും ആർക്കും തുടങ്ങാം, നല്ല അതിന്റെ പ്രോജക്റ്റ് സംഭവം കാണിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം സപ്പോർട്ടും ചെയ്യും. തട്ടുകട തുടങ്ങാനുള്ള പെർമിഷൻ വരെ കൊടുക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് എത്തി. നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ മലയാളീസിനൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. 100% ഇപ്പോൾ നോക്കിക്കോ, ഇപ്പോൾ വേൾഡ് കപ്പിന് മുന്നേ കുറച്ച് മുന്നേ കഴിഞ്ഞ വർഷം 2 വർഷം മുന്നേ ദുബൈയിൽ ഒരു മറ്റേ ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു. അതിൽ ഖത്തർ പങ്കെടുത്തിരുന്നു. ആകെ 11 പേരോ 12 പേരോ ഇവിടുന്ന് കളിക്കാൻ പോയ ആൾക്കാർ മാത്രമേ മറ്റേ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഖത്തറിന്റെ വേണ്ടി കൈയടിക്കാനോ ഒരു വിസിലടിക്കാനോ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഖത്തർ എടുത്തിട്ട് വന്നു, ജപ്പാനായിട്ട് കളിച്ച് ജയിച്ച് ആ കപ്പ് എടുത്തിട്ട് ഖത്തർ വന്നു. പക്ഷെ ഒരാൾ പോലും ഞാനൊക്കെ ഫേസ്ബുക്കിൽ വളരെ ഇതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ട്. ഞാനിവിടെ ഫ്രണ്ടിലൊക്കെ ഭയങ്കര ഫ്ലാഗൊക്കെ ആയിട്ട് ഭയങ്കര കളിയൊക്കെ ഇട്ടായിട്ടൊക്കെ ഇതിൽ ക്രിയേറ്റിവിറ്റി ആയിരുന്നു. നമുക്ക് അങ്ങനെ കുറെ പ്രാന്തമായിട്ടൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതൊക്കെ നമുക്ക് പിന്നെ ഞാൻ തിരിച്ച് ചാർജ് കാരണം ഒന്നാമത് ഇവിടെ ബാറ്ററിയുടെ ചാർജിൽ അതിനേക്കാളും ചാർജിലാണ് നമ്മുടെ മൂസക്കുട്ടി ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് കുടുംബത്തിലേക്ക് വരികയാണ്. കുടുംബത്തെ കുറിച്ചൊന്ന് പറയാമോ? താങ്കളുടെ കുടുംബത്തില് മാതാപിതാക്കൾ 2 പേരും മരിച്ചുപോയി. പേര് എന്തായിരുന്നു? അവര് മറ്റിൽ കുഞ്ഞുമൻ എന്ന് പറയുന്ന എന്റെ ഫാദർ, പിന്നെ മറിയുമ്മ എന്ന് പറയുന്ന ആള് മുക്കണ്ടത്ത് മറിയുമ്മ എന്നാണ് ഉമ്മ. ഇപ്പൊ എന്റെ വീട്ടില് എന്റെ ഭാര്യ, 2 ഭാര്യ ആദിക മൂസക്കുട്ടി, പിന്നെ 4 മക്കളുണ്ട്. ഒരു മോള്, മൂത്ത മോൻ എന്റെ കൂടെ ഹെൽപ്പ് ചെയ്യണം. അവന് BBA കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ പുറത്ത് നിൽക്കണ്ടാവും ചിലപ്പോ. അവനൊരു മീറ്റിങ്ങിന് പോയപ്പോഴാണ് നമ്മളിവിടെ കൂടിയത്. രണ്ടാമത്തെ മോള് ഡോക്ടറാണ്. അവളെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ദുബൈയിലാണ് അവരുള്ളത്. പ്രഗ്നന്റ് ആണ്. ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. ഒരു മാസമായിട്ടില്ല വന്നിട്ട്. മൂന്നാമത്തെ ആള് മറ്റേ ഫാം ഡിക്ക് പഠിക്കുന്നു. 4ാമത്തവൻ നിങ്ങളുടെ ഈ മറ്റേ ഇതുണ്ടല്ലോ മൾട്ടിമീഡിയ ആക്ടിങ് ഗീക്ടിങ് ഒക്കെ ആയിട്ടുള്ള പരിപാടിയായിട്ട് മറ്റേ എറണാകുളത്ത് ഒരു കോളേജിൽ പോകുന്നു. കൊടുക്കാൻ പറ്റിയ ഒരു കോംപ്ലിമെന്റ് എന്താണ് ഈ ഇത്രയും താങ്കളുടെ ഈ വിജയത്തിൽ? വൈഫ് നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളൂ. വൈഫ് ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ നടക്കില്ലല്ലോ. കാരണം നമ്മൾ ബിസിനസ് ഒക്കെ ആകുമ്പോൾ നേരത്തിന് വീട്ടിലെത്താതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നോക്കിക്കോ സംഗതി 10 മണിക്ക് വീട്ടിലെത്തേണ്ട ഞാനിപ്പോ 12 അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ലേറ്റ് ആവും. കാരണം മിക്കവാറും ആൾക്ക് അറിയാം ലേറ്റ് ആവുന്നുള്ള കാര്യം. അപ്പൊ വൈഫിന്റെ കുടുംബത്തിന്റെ ഫുൾ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിന് മാത്രമല്ല വലിയ വിജയം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ജയിച്ചു പോകണല്ലോ. സുഖമായിട്ട് പോകണം. ഇങ്ങനെ പോകണം. ഇപ്പൊ നേരത്തെ ഒരു വാക്ക് പറഞ്ഞില്ലേ, BP ഇല്ല, ഷുഗർ ഇല്ല. ഇതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഇതാണ് ഏറ്റവും വലിയ ബിപിയുടെ ഗുളിക മറ്റേതൊന്നും നമ്മൾ കഴിക്കുന്നില്ല. എന്തായിരുന്നാലും ഷുഗറുമില്ല. അവരൊന്നും ഒരിക്കലും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിൽ എല്ലാവിധ നന്മകളും ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും അങ്ങേക്ക് ഉണ്ടാകട്ടെ. അൽ നൈമി ടയർ സെന്ററിന്റെ സൃഷ്ടികർത്താവ് എന്ന് മാത്രമേ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡിൽ പോലും മാനേജിംഗ് ഡയറക്ടർ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ എല്ലാമായ മൂസക്കുട്ടി മുക്കണ്ടത്തായിരുന്നു ഇത്രയും സമയം നമുക്കിപ്പോൾ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടിരുന്നതാണ്. എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര എളുപ്പമായിരുന്നു, ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. തുറന്നു പറച്ചില്ല. പിന്നെ പതുക്കെ വഴിമാറി രാഷ്ട്രീയം വ്യക്തമാക്കാതെ രാഷ്ട്രീയത്തോട് പറഞ്ഞ് അദ്ദേഹം അതായത് മാധ്യമങ്ങൾക്ക് നേരെ വരെ ചങ്കൂറ്റത്തോടുകൂടി അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അത് വെറും പ്രതികരണം മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും സുഹൃത്ത് സംഘങ്ങളുമായി ചേർന്ന് ഈ കാണുന്ന ചുറ്റുപാടിലും ഇവിടെ ചില വഴക്കുകളും തല്ലുകൂടലുകളും രാഷ്ട്രീയ ചർച്ചകളും ഒക്കെ നടക്കാറുണ്ട്. ഇത് തന്നെയാണ് മലയാളി. എവിടെ പോയാലും മലയാളിയായിരിക്കും. ഇതൊന്നും ഇല്ലാതെ എന്ത് മലയാളി? അങ്ങനെയുള്ള ഒരു ഊർജ്ജസ്വലനായ മലയാളിയെ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാട്ടിയ ഒരു സന്തോഷത്തോടുകൂടി തൽക്കാലം സഫലമീ യാത്രയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ഇതുപോലെ മറ്റൊരു ഊർജ്ജസ്വലനായ മലയാളിയുടെ വിജയകഥയുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.